നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരും പോയവരുമായവർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാം. വിസ സംബന്ധിച്ചായിരിക്കും പ്രത്യേകിച്ചും സംശയമുണ്ടാകുക. ഇത്തരത്തിൽ തൊഴിൽ ലഭ്യമാക്കി എത്തിയവരാകട്ടെ തങ്ങളുടെ ഉറ്റവരെയും കൂടെ കൂട്ടണമെന്ന് കരുതും. അത്തരത്തിലുള്ളവർക്കുള്ള ഒരു വാർത്തയാണിത്. ഈ അടുത്തിടെ തന്നെ UAE-യിലേക്ക് എത്തപ്പെട്ട പ്രവാസിയാണെങ്കിൽ രാജ്യത്തെ റെസിഡൻസി വിസ നടപടികളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടി വരികയാണ്. UAE-യിലേക്ക് പുതിയ ജോലിക്ക് എത്തപ്പെട്ടവരാണെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുകയെന്ന ലക്ഷ്യത്തോടെ വന്നവരാണെങ്കിലും എല്ലാ പേപ്പർ വർക്കുകളിലും സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നുകൂടാതെ നിങ്ങളുടെ കുടുംബത്തിനുള്ള വിസയ്ക്കും അപേക്ഷിക്കേണ്ടി വന്നേക്കാം. UAE-യിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പ്രവാസിക്കും താമസ വിസ ആവശ്യമായി വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനാണ് നിങ്ങൾ വിസയ്ക്കായി അപേക്ഷിക്കുന്നതെങ്കിൽ തന്നെ നിങ്ങളെ സ്പോൺസർ എന്നും സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയെ ആശ്രിതൻ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യപ്പെട്ട ആൾ എന്നുമാണ് പറയുന്നത്. അതായത് UAE-യിൽ എങ്ങനെ സ്പോൺസർ ചെയ്യാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിനായി വേണ്ട രേഖകളെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ മാതൃരാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയം, നിങ്ങളുടെ നാട്ടിലെ UAE എംബസി, UAE-യിലെ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം എന്നിവ നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആദ്യം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭാര്യയുടെ എൻട്രി പെർമിറ്റിനോ റെസിഡൻസ് വിസയ്ക്കോ അപേക്ഷിക്കണമെങ്കിൽ തന്നെ ഭർത്താവ് സമർപ്പിക്കേണ്ട രേഖകളുടെ ലിസ്റ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ള പശ്ചാത്തലമുള്ള നിങ്ങളുടെ ഭാര്യയുടെ സമീപകാല സ്വകാര്യ ഫോട്ടോ, സ്പോൺസറുടെ പാസ്പോർട്ടിന്റെയും താമസ വിസയുടെയും പകർപ്പ്, നിങ്ങളുടെ ഭാര്യയുടെ പാസ്പോർട്ടിന്റെ പകർപ്പ്, അത് 6 മാസത്തിൽ കൂടുതൽ സാധ്യതയുള്ളതായിരിക്കണം. സാക്ഷ്യപ്പെടുത്തിയ വിവാഹ സർട്ടിഫിക്കറ്റ്, ഭർത്താവിന്റെ പൗരത്വം ഭാര്യയുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഭർത്താവിന്റെ കോൺസുലേറ്റിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC, പ്രതിമാസ വരുമാനം 4000 ദിർഹത്തിൽ കുറയാത്തതാണെന്ന് വ്യക്തമാക്കുന്ന ശമ്പള സർട്ടിഫിക്കറ്റ്, തൊഴിൽ കരാർ അല്ലെങ്കിൽ പങ്കാളിത്ത കരാർ, വാടക കരാർ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ രേഖ തുടങ്ങിയവയാണ് ലഭ്യമാക്കേണ്ടത്. മേൽപ്പറഞ്ഞ എല്ലാ രേഖകളും ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അമർ സെന്റർ, രജിസ്റ്റർ ചെയ്ത ടൈപ്പിംഗ് സെന്റർ എന്നിവ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയും വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് വിശദമായി അറിയാൻ ഇൻബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി വരുന്നത് വിസ അപേക്ഷാ പ്രക്രിയയാണ്. അമർ സെന്ററിലേക്കോ ടൈപ്പിംഗ് സെന്ററിലേക്കോ പോയാലും നിങ്ങൾ ചില നടപടികൾ പാലിക്കേണ്ടതായുണ്ട്. ഒരു സ്പോൺസർ ഫയൽ ഓപ്പൺ ചെയ്യുക. ഒരു സ്പോൺസർ എന്ന നിലയിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. ഇതുവഴി ഇമിഗ്രേഷൻ സിസ്റ്റത്തിനുള്ളിൽ ഒരു ഫയൽ തുറക്കാനാകും. ഇതിനെയാണ് സ്പോൺസർ ഫയൽ എന്ന് വിളിക്കുന്നത്. 2 എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടതാണ്. തുടർന്ന് നിങ്ങളുടെ ഭാര്യയുടെ പ്രവേശന പെർമിറ്റിന് അപേക്ഷിക്കുക. ആ എൻട്രി പെർമിറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് വിസ അപേക്ഷ പ്രക്രിയ പൂർത്തിയാക്കാൻ UAE-യിലേക്ക് പോകാൻ സാധിക്കും. ഭാര്യ UAE-യിലാണെങ്കിൽ സ്റ്റാറ്റസ് മാറ്റം വരുത്തുക. നിങ്ങളുടെ ഭാര്യ ഇതിനോടകം തന്നെ UAE-യിൽ എത്തിയ ആളാണെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കുകയും തുടർന്ന് സ്റ്റാറ്റസ് മാറ്റ പ്രക്രിയയ്ക്ക് അപേക്ഷിക്കുകയും വേണം. മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. വിസ അപേക്ഷാ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നതിന് നിങ്ങൾ ദുബായ് ഹെൽത്ത് അതോറിറ്റി മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ സന്ദർശിക്കേണ്ടതായുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് നടത്തുന്നതിനായി തന്നെ അൽക്കരാമ മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, ബർദുബായ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, അൽ മുഹൈസിന മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, അൽ കുസ്മാൽ മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, അൽ എലൈസ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, അൽ നഹ്ത ഒക്യുപേഷണൽ ഹെൽത്ത് സ്ക്രീനിംഗ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, അൽ ഗർഹൂദ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, സ്മാർട്ട് സേലം സെന്റർ, സിറ്റി വാക്ക്, അൽ റാഷിദിയ മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ എന്നിവിടങ്ങളിൽ സൗകര്യം ലഭ്യമാണ്. ജബൽ അലി ഹെൽത്ത് സെന്റർ, ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ അതോറിറ്റി, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, സബീൽ മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, AXS മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, ദുബായ് നോളജ് പാർക്ക്, എമിറേറ്റ്സ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, ദുബായ് ഹെൽത്ത് കെയർ സിറ്റി, അൽ ലുസൈലി മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ, ബിനിയാസ് റോഡ് എത്തിസലാത്ത് ബിൽഡിംഗിന് സമീപം തുടങ്ങിയ ഇടങ്ങളിലും മെഡിക്കൽ പരിശോധനാ സൗകര്യം ലഭ്യമാണ്. മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ വഴി രക്തപരിശോധനയും നെഞ്ച് എക്സ്റേയും ഉൾപ്പെടെ കുറച്ച് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പരിശോധനാ ഫലം 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതായിരുന്നു. അതിലും വേഗത്തിൽ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ എക്സ്പ്രസ് VIP സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും. നിങ്ങളുടെ ഭാര്യയുടെ എമിറേറ്റ്സ് IDക്ക് അപേക്ഷിക്കുകയാണ് അടുത്ത ഘട്ടമെന്നത്. ഇതിനായി നിങ്ങളുടെ വിരലടയാള ബയോമെട്രിക് നൽകുന്നതിന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ കേന്ദ്രം സന്ദർശിക്കേണ്ടതായുണ്ട്. ഇതുകൂടെ അൽബറാഹ കസ്റ്റമർ ഹാപ്പിനെസ് ഓഫീസ്, അൽ എലൈസ് കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ, അൽ നഹ്ത ഹാപ്പിനെസ് സെന്റർ, ഹത്ത കസ്റ്റമർ ഹാപ്പിനെസ് ഓഫീസ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്, അൽ ബർഷ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ, അൽ റാഷിദിയ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ,
അൽഗസൽ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഈ സേവനം ലഭ്യമാണ്. നിങ്ങളുടെ അപേക്ഷാ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ എമിറേറ്റ്സ് ID നിങ്ങളുടെ അടുത്തുള്ള ഒരു എമിറേറ്റ്സ് പോസ്റ്റ് ഓഫീസിലായിരിക്കും ഡെലിവർ ചെയ്യേണ്ടത്. ID കൈപ്പറ്റുന്നതിനായി തന്നെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ SMS വഴി ലഭിക്കുന്ന റെഫറൻസ് നമ്പർ നൽകേണ്ടതായി വരുന്നുണ്ട്. അതേസമയം ദുബായിൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഏതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ദാതാക്കളിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി ആരോഗ്യ ഇൻഷുറൻസിനായി അപേക്ഷിക്കാം. പകരം നിങ്ങൾ ഒരു ടൈപ്പിംഗ് സെന്റർ വഴിയും ഈ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അടിസ്ഥാന പ്ലാൻ മുതൽ വിവിധ പ്ലാനുകൾ ലഭ്യമായിരിക്കും. ആരോഗ്യ ഇൻഷുറൻസ് എങ്ങനെ നേടാമെന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വിശദമായ റിപ്പോർട്ട് ഇവിടെ വായിക്കേണ്ടതാണ്. ഈ പ്രക്രിയയുടെ അവസാന ഘട്ടം വിസയുടെ സ്റ്റാമ്പിംഗ് ആണെങ്കിലും പാസ്പോർട്ടിൽ ഇനി വിസ സ്റ്റാമ്പ് ചെയ്യുന്നില്ലെന്ന് ICP അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എമിറേറ്റ്സ് ID ആണ് താമസത്തിന്റെ പ്രധാന തെളിവായി ഇനി മുതൽ കണക്കാക്കുക. ഗൾഫ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ദുബായ് നിവാസികൾക്ക് തൽക്കാലം വിസ സ്റ്റാമ്പ് ചെയ്യേണ്ടതുണ്ട്. വിസ സ്റ്റാമ്പിങ്ങിനായി തങ്ങളുടെ പാസ്പോർട്ട് ശേഖരിച്ച് 4 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്റ്റാമ്പിംഗ് നടപടികൾ പൂർത്തീകരിച്ച് കൈമാറും. ഇതിന്റെ കൊറിയർ ചാർജും ഈടാക്കും. നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത എമിറേറ്റ്സ് ID നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ ദുബായ് താമസിക്കാനുള്ള എല്ലാ യോഗ്യതകളുമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓരോ ഘട്ടത്തിലും നിങ്ങൾ നൽകേണ്ട ചാർജ് ഇവിടെ പറയാൻ പോവുകയാണ്. ഫയൽ തുറക്കുന്നതിനുള്ള ചാർജ് 269 UAE ദിർഹം, എൻട്രി പെർമിറ്റ് 500 ദിർഹം. ഭാര്യ UAEക്ക് പുറത്താണെങ്കിൽ 500 ദിർഹമാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ 1180 ദിർഹം നൽകണം. സ്റ്റേറ്റസ് മാറ്റം 675 ദിർഹം. മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് 320 ദിർഹം. എമിറേറ്റ്സ് ID 1 വർഷത്തേക്ക് 170 ദിർഹം, 2 വർഷത്തേക്ക് 270 ദിർഹം, 3 വർഷത്തേക്ക് 370 ദിർഹം. വിസ സ്റ്റാമ്പിംഗ് 500 ദിർഹം. ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ അപേക്ഷിക്കുന്ന കവറേജിനെയും ആനുകൂല്യങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.